എന്റെ അമ്മോ, സൂര്യന് താഴെയുള്ള സകലതും അറിഞ്ഞാല് UPSC ക്ലിയർ ചെയ്യാനാവും. എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് കരുതുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഇതൊരു തെറ്റായ ധാരണയാണ് കേട്ടോ. ക്ലിയർ ആൻഡ് കൺസൈസ് ആയ ഒരു സ്ട്രാറ്റജിയോടെ സിലബസ് ഓറിയന്റഡ് ആയി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ റോഡ് മാപ്പ് ആക്കി മുന്നോട്ട് പോയാൽ ആർക്കും ഇത് സാധ്യമാണ്. പല ടോപ്പേഴ്സും പല സ്റ്റഡി ടിപ്സും തരും, പല കോച്ചിങ് സെന്റേഴ്സും പല സ്ട്രാറ്റജീസും പറഞ്ഞു തരും. എന്നാൽ ഇവരെല്ലാവരും ഒരൊറ്റ കാര്യം മാത്രമേ ഒരുപോലെ പറഞ്ഞിട്ടുള്ളൂ. അത് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനത്തെ കുറിച്ചാണ്. എന്താണ് പഠിക്കേണ്ടത് എന്നറിയാതെ എങ്ങനെ പഠിക്കാൻ തുടങ്ങും? UPSC CSE എക്സാം സിലബസ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് നമ്മുടെ സ്റ്റഡി ടേബിളിന്റെ അടുത്ത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ദൂരത്തെ വെക്കുക എന്നുള്ളതാണ് ഒരു ആസ്പിറന്റ് ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. പഠിക്കുന്നതും പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നതും എന്താണ്, അത് സിലബസിൽ ഏത് സെക്ഷനിലുള്ളതാണ് എന്നുള്ളത് വ്യക്തമായ ഒരു ധാരണയോടെ വേണം നമ്മൾ പഠിക്കാനിരിക്കാൻ. അപ്പോൾ നമുക്ക് സിലബസിനെ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയാലോ, എന്തൊക്കെയാണ് സിലബസിൽ വരുന്നത് എന്ന് പെട്ടെന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോകാം. ഒരുപാട് പേജസ് ഉണ്ട് കേട്ടോ നമ്മുടെ സിലബസിന്. കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ട് UPSC എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ളതിനെ പറ്റി കൃത്യമായി അവർ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇനി എക്സാം പാറ്റേൺ അറിയില്ലെങ്കിൽ ഓടിപ്പോയി എന്റെ പ്രീവിയസ് വീഡിയോ കാണാൻ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സാം പാറ്റേണെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മാർക്കിംഗ് സ്കീം എല്ലാം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 3 ഘട്ടങ്ങളാണ് പരീക്ഷയുള്ളത്: പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ. പ്രിലിമിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിലേക്ക് നമുക്ക് കടക്കാം. കറണ്ട് അഫയേഴ്സ്, നാഷണൽ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് വരുന്ന കറണ്ട് അഫയേഴ്സ് നോക്കണം. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഇത് നോക്കുക. ഏൻഷ്യൻ, മിഡീവൽ ആൻഡ് മോഡേൺ ഹിസ്റ്ററി പഠിക്കണം. ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫി, ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആയിട്ടുള്ള ജോഗ്രഫി, ഇന്ത്യയുടെയും വേൾഡിന്റെയും. അതുപോലെ തന്നെ പൊളിറ്റിക്സിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് സിസ്റ്റം, പബ്ലിക് പോളിസി, റൈറ്റ്സ് ഇഷ്യൂസ്, ഇതെല്ലാം വരുന്നതാണ്. എക്കണോമിക്സും അതുപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെന്റ്, പോവേർട്ടി എന്തൊക്കെയാണ്, സോഷ്യൽ സെക്ടർ ഇനീഷ്യേറ്റീവ്സ്, ഇതെല്ലാം നോക്കേണ്ടതാണ്. എന്തൊക്കെ സ്കീംസ് ആണ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, കറന്റ്ലി എന്താണ് നമ്മുടെ ഒരു എക്കണോമിക് സിറ്റുവേഷൻ, ഇതെല്ലാം പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഓൺ എൻവയോൺമെന്റ്, എക്കോളജി, ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, ഇതെല്ലാം പഠിക്കണം. അപ്പൊ മൊത്തത്തിൽ എന്താ പറയാ, ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സിലബസ് മാത്രമേ നമുക്ക് പ്രിലിംസിന് അവർ തന്നിട്ടുള്ളൂ. അതിനർത്ഥം കറന്റ്ലി എന്തൊക്കെ നടക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ വളരെയധികം കെയർഫുൾ ആയിട്ട് നോക്കണം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിംസ് എന്ത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രിലിമിനറി എക്സാമിന് GS പേപ്പർ മാത്രമാണോ ഉള്ളത്? അല്ല, CSAT പേപ്പറും ഉണ്ട്. CSAT പേപ്പറിന് കോംപ്രഹെൻഷൻ, അതായത് നമ്മുടെ ലോജിക്കൽ, നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ്, ഇന്റർപേഴ്സണൽ സ്കിൽസ്, ഇതെല്ലാമാണ് നോക്കുന്നത്. നമ്മുടെ മെന്റൽ എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ് പവർ. അപ്പോൾ അതിന് ലോജിക്കൽ ആയിട്ടുള്ള പേപ്പേഴ്സും ക്വസ്റ്റ്യൻസും വരും. അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ചാർട്ട്സ്, ഗ്രാഫ്സ്, ടേബിൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരും. ഓക്കെ, നമ്മുടെ ബാങ്ക് എക്സാംസ് ഒക്കെ IBPS ഒക്കെ എഴുതിയവർക്ക് അറിയാം, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് CSAT വരും. ഇനി മെയിൻസിലേക്ക് കടന്നു കഴിയുമ്പോൾ മെയിൻസിൽ മൊത്തം 9 പേപ്പേഴ്സ് ആണ് ഉള്ളത്. അതിൽ essay റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പർ ഉണ്ട്. അതിൽ നമ്മുടെ ഐഡിയാസ് എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു ഒരു ഓർഡർലി ഫാഷനിൽ, എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് essay പേപ്പറിൽ കൂടുതലായിട്ടും അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ GS 1, 2, 3, 4 എന്ന 4 പേപ്പേഴ്സ് ഉണ്ട്. GS 1 പേപ്പറിൽ ഇന്ത്യൻ ഹെറിറ്റേജ്, കൾച്ചർ, ഹിസ്റ്ററി, ജോഗ്രഫി ഓഫ് ദ വേൾഡ് ആൻഡ് സൊസൈറ്റി, അതായത് ഫസ്റ്റ് പേപ്പറിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും കൾച്ചറും ആണ് വരുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല വേൾഡും കൂടി നമ്മൾ നോക്കണം. അതായത് ഇന്ത്യൻ കൾച്ചറിൽ എന്തൊക്കെയാ കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ഏഷ്യൻ മുതൽ മോഡേൺ ടൈംസ്, ഇന്ന് പ്രസന്റ് ഡേ വരെയുള്ള ആർട്ട് ഫോംസും ലിറ്ററേച്ചറും ആർക്കിടെക്ചറും ആണ് കൾച്ചറിന്റെ അടിയിൽ വരുന്നത്. അതുപോലെ തന്നെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, ഫ്രീഡം സ്ട്രഗിൾ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോളിഡേഷൻ, നമ്മുടെ രാജ്യം മൊത്തം റീഓർഗനൈസ് ചെയ്തുള്ള ആ ഒരു പീരീഡിലെ അത് വരെയുള്ളത് നമ്മൾ നോക്കണം. അത് മാത്രമല്ല വേൾഡ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ 18th സെഞ്ചുറിയിലുള്ള ഇൻഡസ്ട്രി റെവല്യൂഷൻ, വേൾഡ് വാർ, അതുപോലെ തന്നെ നാഷണൽ ബൗണ്ടറീസിന്റെ റിട്രോവൽസ്, കൊളണൈസേഷൻ, ഡീകൊളണൈസേഷൻ, ഇതെല്ലാം നോക്കേണ്ടതാണ്. ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടും കൂടി ഈ ഒരു GS 1 വരുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ വിമന്റെ ഒരു റോൾ എന്താണ്, വിമൺ ഓർഗനൈസേഷൻസ് എന്താണ്, ഫെമിനിസം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കമ്മ്യൂണിസം, റീജിയണലിസം, സെക്യൂറിലിസം, ഇതെല്ലാം വരും. ഓക്കെ, ഇനി ജോഗ്രഫി പാർട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ വേൾഡിന്റെ ഒരു ഫിസിക്കൽ ജോഗ്രഫി എന്താണെന്ന് മൊത്തം നമ്മൾ പഠിച്ചിരിക്കണം. മാപ്പ് ഓറിയന്റഡ് ആയിട്ട് തന്നെ നമ്മൾ എല്ലാ രീതിയിലുള്ള വേൾഡ് ഫിസിക്കൽ ജോഗ്രഫിയും പഠിക്കണം. നമ്മുടെ കറന്റ്ലി വരുന്ന എന്തെങ്കിലും ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് ന്യൂസ് ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ
പിന്നെ ഒരുപാട് കീ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള എലമെന്റ്സ് ലൈക്ക് എർത്ത് ക്വേക്ക്, സുനാമി, വോൾക്കാനിക് ആക്ടിവിറ്റീസ്, സൈക്ലോൺ. ഓക്കെ, നമ്മുടെ രാജ്യത്തിന്റെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്, ഇന്ത്യയുടെ ഫ്ലോറ, ഫോന, വാട്ടർ ബോഡീസ്, ഇതെല്ലാം വരുന്ന ഒരു പേപ്പർ ആയിരിക്കും ജോഗ്രഫി. ഓക്കെ, അപ്പൊ GS1 കൾച്ചർ, ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് തന്നെ അവർ തന്നിട്ടുണ്ട്. GS2 എന്താണ് വരിക, പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പറാണ് GS2. അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസും വരും. ഓക്കെ, ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു പേപ്പറാണ് GS2 എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു എവല്യൂഷൻ, ഫീച്ചേഴ്സ്, അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ ആർട്ടിക്കിൾസ് എല്ലാം നമ്മൾ നോക്കണം. ഓക്കെ, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്, ഫെഡറൽ സ്ട്രക്ചർ, സെപ്പറേഷൻ ഓഫ് പവർ, അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീംസും മറ്റുള്ള രാജ്യങ്ങളിലും വെച്ചുള്ള ഒരു കമ്പാരിസൺ, പിന്നെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആയിട്ടുള്ള മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഗവൺമെന്റ്, അതിന്റെ പീപ്പിൾ ആരൊക്കെയാണ്, ഏതൊക്കെ മന്ത്രിമാർ, എന്തൊക്കെ മാറി, അപ്പോയിന്റ്മെന്റ്സ് എന്തൊക്കെയാണ്, എല്ലാം. ഇപ്പോൾ അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പ്രസന്റ് ഡേ സിനാരിയോയിൽ വരുന്ന ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി, റെഗുലേറ്ററി ആസ്പെക്ട്സ് എല്ലാം ചേഞ്ച് ചെയ്യും. അവരുടെ പോളിസീസിൽ വരുന്ന വ്യത്യാസങ്ങൾ, NGOs, SHGs, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ടാവും, അവരുടെ വേരിയസ് അസോസിയേഷൻസ്, ഡോണേഴ്സ്, ചാരിറ്റി, ഇതെല്ലാം പ്രസന്റ് ഡേ സിനാരിയോയിൽ വരുന്ന കാര്യങ്ങളെല്ലാം വരും. അത് മാത്രമല്ല, ഗവൺമെന്റിന്റെ ഒരുപാട് വെൽഫെയർ സ്കീംസ് ഉണ്ടാവും അല്ലെ. ഗവൺമെന്റ് ഒരുപാട് സെന്റർ, സ്റ്റേറ്റ് ആയിട്ടുള്ള ബോഡീസിനെ വെച്ചിട്ട് ഒരുപാട് സ്കീംസ് എല്ലാം, വൾണറബിൾ ആയിട്ടുള്ള സെക്ഷൻസ്, ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള വെൽഫെയർ സ്കീംസ് വരും. അതെല്ലാം പഠിക്കണം. അതുപോലെ തന്നെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹ്യൂമൻ റിസോഴ്സസ് എന്താണ്, പോവർട്ടി ആൻഡ് ഹങ്കർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, പിന്നെ നമ്മുടെ ഗവർണൻസിൽ വരുന്ന കാര്യങ്ങൾ, സിവിൽ സർവീസസിന് ഡെമോക്രസിയിലുള്ള റോൾ എന്താണ്. ഇനി ഇന്റർനാഷണൽ റിലേഷൻസിലേക്ക് കടക്കുന്ന സമയത്ത് ബയലാറ്ററൽ ആയിട്ടുള്ള എന്തെങ്കിലും എഗ്രിമെന്റ്സ് സൈൻ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും MOUs വരുന്നുണ്ടോ, ഇന്ത്യൻ ഇൻട്രസ്റ്റ്, മറ്റുള്ള രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ ഇൻട്രസ്റ്റ് നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് എന്തൊക്കെയാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓരോ രാജ്യത്ത് പോയിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ഓരോ എഗ്രിമെന്റ്സ് എല്ലാം ഉണ്ടാക്കി വരുന്നുണ്ടല്ലേ. അപ്പൊ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് അവരുടെ ഡെവലപ്മെന്റ്സ്, ഭാവിയിൽ എന്തൊക്കെ ഇവന്റ്സ് നടക്കാൻ പോകുന്നുണ്ട്, ഇതെല്ലാം ഈ ഒരു നൈബർഹുഡ് റിലേഷൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസിൽ നമ്മൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്, ഏജൻസീസ് എന്താണ്, അത് മാത്രം നോക്കിയാൽ പോരാ, അവരുടെ ഒരു സ്ട്രക്ചർ എന്താണ്, മാൻഡേറ്റ് എന്താണ്, ഇതെല്ലാം നമ്മൾ നോക്കും. ഇതെല്ലാം കവർ ചെയ്യുന്നതാണ് GS2 പേപ്പർ. ഇനി GS3 പേപ്പറിലേക്ക് വരികയാണെങ്കിൽ അത് ടെക്നോളജി, കുറച്ചുകൂടെ കറണ്ട് അഫയേഴ്സ്, ഒരുപാട് കറണ്ട് അഫയേഴ്സ് വരുന്ന ഒരു പേപ്പറാണ് GS3 എന്ന് പറയുന്നത്. കൂടുതലും സ്റ്റാറ്റിക് പോർഷൻസ് വളരെ കമ്മിയായിരിക്കും ഈ ഒരു GS3. അതായത് എൻവയോൺമെന്റ്, ബയോഡൈവേഴ്സിറ്റി, എക്കണോമിക് ഡെവലപ്മെന്റ്, ടെക്നോളജി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇതെല്ലാം വരുന്ന ഒരു പേപ്പറാണിത്. ഓക്കെ, ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇഷ്യൂസ് റിലേറ്റഡ്, അവരുടെ പ്ലാനിങ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇറിഗേഷൻ സിസ്റ്റംസ് വരും. ഈ ടെക്നോളജി, ഫാം സബ്സിഡീസ് ഒക്കെ കൊടുക്കുന്നുണ്ടോ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ, ഫുഡ് പ്രോസസിംഗ് ആൻഡ് റിലേറ്റിംഗ് ഇൻഡസ്ട്രീസ് എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, ലാൻഡ് റീഫോംസ്, നമ്മുടെ ലിബറലൈസേഷൻ, എക്കോണമിയിൽ ലിബറലൈസേഷൻ വന്നു അല്ലെ, അപ്പൊ അതിൽ വരുന്ന ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഗ്രോത്ത് എന്തൊക്കെയാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് മാപ്പ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കണം. എനർജി, പോർട്ടുകൾ എവിടേക്കൊക്കെ പുതിയത് എന്തൊക്കെ വന്നു, റോഡ്, എയർപോർട്ട്സ്, റെയിൽവേസ്, അതിൽ വരുന്ന മാറ്റങ്ങൾ, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്. ടെക്നോളജിക്കൽ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള IT ആവാം, സ്പേസ്, കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ റോബോട്ടിക്സ് ആയിട്ടുള്ള എന്തൊക്കെയൊക്കെ ടെക്നോളജീസ്, നാനോ ടെക്നോളജി, ബയോടെക്നോളജി. ഇനി ഇതല്ല, എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ആ കാര്യങ്ങളും വരുന്നതും GS3 പേപ്പറിലാണ്. പൊല്യൂഷൻ ആയിക്കോട്ടെ, എൻവയോൺമെന്റൽ ആയിട്ടുള്ള വരുന്ന ഒരു ഇമ്പാക്ട് എങ്ങനെയാണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എങ്ങനെ നടന്നു, അതുപോലെ തന്നെ ലിങ്കേജസ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് സ്പ്രെഡ് ഓഫ് എക്സ്ട്രീമിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടി ഇതിന്റെ അടിയിൽ കവർ ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി, ഇന്റേണൽ സെക്യൂരിറ്റി, എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്തൊക്കെയാണ്, സൈബർ സെക്യൂരിറ്റി ഇതിന്റെ അടിയിൽ വരുന്നുണ്ട്. പിന്നെ ബോർഡർ ഏരിയാസിലുള്ള സെക്യൂരിറ്റി, ടെററിസം, ഈ കാര്യങ്ങളെല്ലാം വരുന്നത് GS3 പേപ്പറിലാണ്. ഇനിയുള്ള പേപ്പർ GS4 പേപ്പറാണ്, എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. അതായത് ഈ എത്തിക്സ് പേപ്പർ എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മുടെ കയ്യിൽ നിന്ന് ഇടാൻ പറ്റുന്ന ഒരു പേപ്പർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹ്യൂമൻ വാല്യൂസ്, ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പവർ, നമ്മൾ എങ്ങനെയാണ് ഒരു സിവിൽ സർവന്റ് ആയിരിക്കെ നമ്മുടെ കോഡ് ഓഫ് കണ്ടക്ട് എങ്ങനെയായിരിക്കണം, കുറച്ചുകൂടി സിറ്റിസൺസ് ചാർട്ടേഴ്സ്, വർക്ക് കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇമോഷണൽ ഇന്റലിജൻസ് കൺസെപ്റ്റ്സ്, അതൊക്കെ വരുന്ന ഒരു പേപ്പറാണ് ഇത്. മെയിൻസിന്റെ അവസാന 2 പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷണൽ സബ്ജക്ട്സ് ആണ്. ഓപ്ഷണൽ പേപ്പർ 1 ആൻഡ് പേപ്പർ 2. UPSCന്റെ സിലബസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 48 ഓപ്ഷണൽ സബ്ജക്ട്സ് ആണ് അവർ തരുന്നത്. ഓക്കെ, ഒരുപാടധികം കോർ സബ്ജക്ട്സും അത്രയും തന്നെ
ലിറ്ററേച്ചർ സബ്ജക്ട്സും ഉണ്ട്. കോർ സബ്ജക്ട്സിൽ എന്തൊക്കെ വരും എന്നറിയോ? അനിമൽ ഹസ്ബൻഡറി ഉണ്ട്, അഗ്രികൾച്ചർ, ആന്ത്രപ്പോളജി, ബോട്ടണി, കെമിസ്ട്രി, കൊമേഴ്സ്, മാനേജ്മെന്റ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മാത്തമാറ്റിക്സ് എടുക്കാം, എക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി, ഫിലോസഫി, സൈക്കോളജി, അങ്ങനെ ഒരുപാടധികം കോർ സബ്ജക്ട്സ്. അതിന് പുറമെ മലയാള സാഹിത്യം വേണമെങ്കിൽ അതെടുക്കാം, ഇംഗ്ലീഷ് സാഹിത്യം, ഒരുപാടധികം അതർ ലാംഗ്വേജസ്, ഇതിന്റെ എല്ലാം ലിറ്ററേച്ചർ സബ്ജക്ട്സ് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ കയ്യിലാണ് അവർ ഓപ്ഷൻ തന്നിരിക്കുന്നത്, നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് സോഷ്യോളജി ആണെങ്കിൽ സോഷ്യോളജിന്റെ 2 ഓപ്ഷണൽ പേപ്പേഴ്സ് അങ്ങനെയാണ് വരിക. അതായത് ഓപ്ഷണൽ 1 ഒരു ഹിസ്റ്ററിയും ഓപ്ഷണൽ 2 ജോഗ്രഫിയും എടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ അങ്ങനെയല്ല, നമ്മളൊരു സിംഗിൾ ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്തത്, അതിന്റെ 2 പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഓരോരോ സബ്ജക്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന്റെ ബേസിസിലുള്ള സിലബസ്, സെപ്പറേറ്റ് ആയിട്ടുള്ള സിലബസ് UPSCയുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ചാനലിൽ കൂടുതലായും സോഷ്യോളജി ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. സോഷ്യോളജി എടുക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ സിലബസ് ഡിസ്കസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത് അതിന്റെ സിലബസ് പോയിട്ട് സൈറ്റിൽ നോക്കേണ്ടതാണ്. ഓക്കെ, ഈ 48 സബ്ജക്ട്സിന്റെയും സിലബസ് നമുക്ക് ഇവിടെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.